ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മനുഷ്യോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധന വചനങ്ങളെക്കുറിച്ച് നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്ത് മാഇദയിലെ 9-ാമത്തെ വചനത്തെ തദബ്ബുർ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായതും നിഖില മേഖലയിലേക്ക് വെളിച്ചം വീശുന്നതും പരലോക വിജയത്തിന് നിദാനവുമായ ഒട്ടനവധി നിയമോപദേശങ്ങളും താക്കീതുകളും സന്തോഷവാർത്തകളും അറിയിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മോട് എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉറച്ച് നിലകൊള്ളുന്നവരായിരിക്കുകയും. അതെ, വർത്തമാനങ്ങൾ, തീരുമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, ഇടപാടുകൾ എല്ലാം നീതിമുറയനുസരിച്ച് പക്വമായ നിലയിൽ നാം നിലകൊള്ളേണ്ടതുണ്ട്. തുടർന്ന് അല്ലാഹു പറയുന്നത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു ജനതയോടുള്ള അമർഷം, അവരോട് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നത്, നീതിപാലനം എന്നുള്ളത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ് എന്നാണ്. അതെ, തഖ്വയുള്ളവർക്ക് നീതി പാലിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അതെ, സ്വന്തത്തിനോ കുടുംബത്തിനോ മക്കൾക്കോ ദോഷമായി ഭവിക്കുമെന്ന് കരുതി വിധി കൽപ്പിക്കുമ്പോൾ അനീതി ചെയ്യാൻ പാടില്ല. എപ്പോഴും നീതിയോടുകൂടി വിധി കൽപ്പിക്കുക. സാക്ഷ്യം വഹിക്കുമ്പോൾ കള്ളസത്യം പറയുകയോ അതുപോലെ തന്നെ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ കളവ് പറയുകയോ ചെയ്യുന്നവർക്ക് സൂക്ഷിക്കുക. വത്തഖുല്ലാഹ, അള്ളാഹു പറയണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നതാണ്. അതെ, നീതിയോടുകൂടി വർത്തിക്കുക. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കളവ് ശിക്ഷാ നടപടിയുമായിട്ട് ഉസാമത്ത് ബിൻ സയ്യിദ് എത്തുകയുണ്ടായി. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ ഉസാമ, അള്ളാഹുവിൻ്റെ ശിക്ഷാവിധിയിൽ ഒരു കാര്യത്തെക്കുറിച്ച് നീ ശുപാർശ ചെയ്യുകയാണോ? അവിടെ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കുലീനർ കട്ടാൽ വെറുതെ വിടുകയും ദരിദ്രൻ കട്ടാൽ കൈമുറിക്കുകയും ചെയ്യുക എന്ന നയം സ്വീകരിച്ചത് കൊണ്ടാണ് മുൻ ജനത നശിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവാണേ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ മുഹമ്മദ് അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധി കൽപ്പിക്കുന്നതിൽ നടപ്പാക്കുന്നതിൽ തഖ്വയുള്ളവരുടെ കാര്യം മഹാ അത്ഭുതം തന്നെയാണ്. അതെ, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് തഖ്വയുള്ളവർക്ക് ആവശ്യം. അതുകൊണ്ട് ഭരണകർത്താക്കളും പണ്ഡിതന്മാർ, ന്യായാധിപന്മാർ, സംരക്ഷകർ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ എല്ലാവരും നീതിയുക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അനീതിയും അക്രമവും കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ നീതിയുക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, തിരശ്ശീലയ്ക്ക് പിന്നിലെ അനീതി എന്ന ഒരു തലക്കെട്ടെന്ന് വായിക്കാനിടയായി. ഏത് മേഖലയിലും അനീതി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെന്ന നിലയിൽ നമുക്കും ബാധ്യതകളേറെയുണ്ട്. കുടുംബത്തിൽ
കൂട്ടുകാരിലെല്ലാം നാം പ്രവർത്തിക്കുമ്പോൾ നീതിയോട് കൂടി പ്രവർത്തിക്കുക. പേരമക്കൾക്കിടയിൽ അതുപോലെ മരുമക്കൾക്കും മക്കൾക്കുമിടയിൽ നീതിയോട് കൂടി പ്രവർത്തിക്കണേ എന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു യോടുകൂടി പ്രവർത്തിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തരിമ്പും ഒരാളോടും അനീതി പ്രവർത്തിക്കാത്ത അള്ളാഹു നാളെ പരലോകത്ത് അവനെ കണ്ടുമുട്ടുമ്പോൾ തഖ്വയുള്ളവരായി ജീവിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്നവരായി നമ്മെയും കുടുംബത്തെയും അവൻ ആക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.